എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പച്ചമാങ്ങ വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈ ഒരു ചൂടിൽ കുടിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഡ്രിങ്കാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു 2 പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൻ്റെ തോലൊന്നും കളയുന്നില്ല. നന്നായിട്ടൊന്ന് കഴുകിയ ശേഷം നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം. അത്യാവശ്യം നല്ല പുളിയുള്ള മാങ്ങ തന്നെയാണ്. അപ്പോൾ നമ്മൾ ജ്യൂസ് റെഡിയാക്കി എടുത്ത് വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് മിക്സിയുടെ വലിയ ജാറിലേക്ക് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു കുക്കുംബറാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് കഴുകി അതിൻ്റെ തോലൊന്ന് കളഞ്ഞ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യുക. ഇനി ഇതും കൂടി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. മാങ്ങയ്ക്കൊപ്പം കുക്കുംബറും കൂടി ചേർത്തടിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ കുക്കുംബറിന് പകരം നമുക്ക് ഒരു ക്യാരറ്റ് ആണെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ നമ്മളുടെ ഈ ഒരു ജ്യൂസിൻ്റെ ഫ്ലേവറും ടേസ്റ്റും ഒന്ന് കൂടാൻ വേണ്ടിയിട്ട് ഒരല്പം നാരങ്ങയുടെ തോലും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു മഞ്ഞ നിറത്തിലുള്ള പോർഷൻ മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. ഒന്നെങ്കിൽ ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്ത് 1-2 പീസ് നമുക്ക് ഇതുപോലെ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറിയൊരു എരിവിന് വേണ്ടിയിട്ട് ഒരു പച്ചമുളകിൻ്റെ പകുതി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതുപോലെ ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എത്രത്തോളം മധുരം വേണമോ അതിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മധുരത്തിൽ കുടിച്ചാലാണ് ഈ ഒരു ജ്യൂസിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറയ്ക്കാം. പിന്നെ നമുക്കിതിലേക്ക് ഈ ഒരു ടേസ്റ്റൊക്കെയും ഒന്ന് ബാലൻസ്ഡ് ആകാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ജ്യൂസ് നല്ല ചിൽഡ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഐസ് ക്യൂബ്സും കൂടി. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് നമുക്കൊന്ന് അടിച്ചിട്ടെടുക്കണം. ആദ്യമേ തന്നെ മുഴുവൻ വെള്ളമൊഴിച്ച് കൊടുക്കണ്ട, 1 കപ്പ് വെള്ളമൊഴിച്ച് കൊടുക്കുക. എന്നിട്ട് നല്ല ഫൈനായിട്ടൊന്ന് അടിച്ചിട്ടെടുക്കാം. എല്ലാം നല്ലപോലെ ഒന്ന് അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എത്രത്തോളം വെള്ളം വേണമോ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ ഒന്നുകൂടി അരച്ചെടുക്കാം. നല്ലപോലെ അരച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് ഒരു സ്ട്രെയിനറിലേക്ക് ഇട്ടൊന്ന് അരിച്ചെടുക്കാം. ഇതുപോലെ കുറച്ച് വലിയ ഹോളുള്ള അരിപ്പയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് അരിച്ചെടുക്കാനായിട്ട് പറ്റും. ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തുകൊണ്ട് കംപ്ലീറ്റ് ജ്യൂസ് നമുക്ക് അരിച്ചെടുക്കാം. നല്ലപോലെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റിയേക്കാം. നല്ല ലൈറ്റ് ഗ്രീൻ കളറിലുള്ള നല്ല ഫ്രഷ് ആയിട്ടുള്ള അടിപൊളി ടേസ്റ്റിലുള്ള ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. ആദ്യം കുറച്ച് ഐസ് ക്യൂബ്സ് 2 ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് കസ്കസ് കുതിർത്തതും കൂടി എന്തെങ്കിലും ചേർത്ത് കൊടുക്കുക. മിൻറ്റ് ലീവ്സും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് സിമ്പിൾ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഡ്രിങ്കാണ്. ശരിക്കും ഇത് കുടിക്കുമ്പോൾ പച്ചമാങ്ങയല്ല വേറൊരു നല്ല ടേസ്റ്റാണ് ഉണ്ടാവുക. അത് ഉണ്ടാക്കി നോക്കി കുടിച്ചാലേ അറിയാൻ പറ്റുള്ളൂ. എല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം, ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം.